ഒന്ന് തുടരുക. ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ എം.ആർ. അഭിലാഷ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എം.ആർ. അഭിലാഷ്, ഇന്ന് വളരെ നിർണായകമാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് സുപ്രീം കോടതി നടപടികൾ. ഇന്നലെ രാത്രി തന്നെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യങ്ങൾ കൊണ്ടുവരാൻ ആം ആദ്മി പാർട്ടി നേതാക്കൾ ശ്രമിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇന്ന് എങ്ങനെയാണ് സാഹചര്യങ്ങൾ നോക്കിക്കാണുന്നത്? ജാമ്യം അനുവദിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ജാമ്യ ഹർജി അല്ല, ഒരു റിട്ട് ഹർജിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്നെ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. അതായത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഇപ്പോൾ ഉള്ളത് ഒരു ജാമ്യ ഹർജി അല്ല, ഒരു റിട്ട് ഹർജിയാണ്. അപ്പൊ ജാമ്യ ഹർജിയായിട്ട് അതിനെ പരിഗണിക്കുവാൻ കഴിയുകയില്ല. അധികാര ദുർവിനിയോഗം നടത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് എന്ത് ഉത്തരവും ഇതിനകത്ത് പാസ്സാക്കുവാൻ കഴിയും. സീമകളില്ലാത്ത അധികാരമാണ് 32-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. 10:30 ഈ കേസ് എപ്പോൾ കേൾക്കണമെന്നതിനെ കുറിച്ച് മാത്രമായിരിക്കും സുപ്രീം കോടതിയുടെ മുൻപിൽ മെൻഷൻ ചെയ്യുന്നത്. 10:30 ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ നിശ്ചയിക്കപ്പെട്ട കോസ്റ്റ് ലിസ്റ്റ് പ്രകാരമാണ് കേസുകൾ കേൾക്കുന്നത്. ഒരു പക്ഷേ 2 മണിക്കോ 3 മണിക്കോ അല്ലെങ്കിൽ 12:30 അങ്ങനെ ഒരു സമയം തീരുമാനിച്ചതിന് ശേഷം ആയിരിക്കും സുപ്രീം കോടതി ഈ കേസ് കേൾക്കുന്നുണ്ടാവുക. അതുപോലെ പെറ്റീഷണർ ഇൻ പേഴ്സണായിട്ടാണ് കേജ്രിവാൾ ഇത് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഓൺലൈനായിട്ട് ഹാജരാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ഒക്കുകയില്ല. സാധാരണ അഭിഭാഷകരാണ് ഫയൽ ചെയ്യുന്നത്, ഇത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് അധികാര ദുർവിനിയോഗത്തിന്റെ പരിണിത ഫലമാണ്. ഇതിൽ കോടതിക്ക് ഇടപെടാൻ കഴിയും. എന്നാൽ തെളിവുകളുടെ വെളിച്ചത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ കോടതി സാധാരണ നിയമ നടപടികളിലൂടെ ജാമ്യത്തിന് ശ്രമിക്കുവാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് അങ്ങനെ ഹർജി ഡിസ്പോസ് ചെയ്യുകയാണ് പതിവ്. എന്താണ് എന്നുള്ള വസ്തുതയുടെ വെളിച്ചത്തിൽ കോടതിക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമുക്കും അത് കാത്തിരുന്ന് കാണാം. ഈ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയാനുള്ള ഇടപെടൽ തേടിയിരുന്നു. അത് കോടതി ഇടപെടാത്ത ഒരു സാഹചര്യം, അതിനെ ചലഞ്ച് ചെയ്ത് അല്ല ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതിനെ ചലഞ്ച് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് അസാധുവായല്ലോ. ഹർജി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെയും ഇതൊരു പ്രത്യേകമായിട്ട് ഒരു റിട്ട് ഹർജിയാണ്, ക്രിമിനൽ പെറ്റീഷനാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് റിലീഫ് എന്തൊക്കെയാണ് സ്ഥിതിക്ക് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെ ഇതൊരു നിയമവിരുദ്ധമായിട്ടുള്ള അധികാര ദുർവിനിയോഗത്തിന്റെ ഫലമായിട്ടുണ്ടായ അറസ്റ്റാണ് എന്ന് സ്ഥാപിക്കുവാനായിരിക്കും ശ്രമിക്കുന്നത്. സാധാരണ കോടതികൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, സുപ്രീം കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്രയധികം അധികാര ദുർവിനിയോഗം പ്രകടമാണ് എങ്കിൽ മാത്രമേ ഇടപെടുകയുള്ളൂ. സാധാരണ ഇടപെടാറില്ല. ഇതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. 10:30 കേസ് തീരുമാനിക്കുകയില്ല, എപ്പോൾ കേൾക്കണമെന്നതിനെ സംബന്ധിച്ച് കോടതികൾ മുന്നിൽ മെൻഷൻ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇവിടെ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അത് ഒരു കാര്യം. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉൾപ്പെടെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് രാജ്യം കടന്ന ഒരു സമയത്ത് നടക്കുന്ന അറസ്റ്റ് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ പരിഗണനയ്ക്ക് വരാനോ കോടതി നടപടികളെ സ്വാധീനിക്കാനോ ഇടയുണ്ടോ? നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അറസ്റ്റ് പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമ നടപടി പ്രക്രിയകൾ പാടില്ല എന്ന് നിയമത്തിൽ അനുശാസിക്കുന്നില്ല. എപ്പോൾ ഒരു ക്രൈം നടത്തി കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറസ്റ്റ് പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ഇപ്പൊ കൊലപാതകം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു മോഷണം നടത്തുകയാണ് ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ? അത് ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ല. ഇന്ത്യയിലെ ജഡ്ജിമാർക്ക് പോലും ഇമ്മ്യൂണിറ്റി ഇല്ല. പ്രസിഡന്റിനും ഗവർണർക്കും മാത്രമേ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി ഭരണഘടനാ പ്രകാരം അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതും സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. രാജിവെച്ചിട്ടല്ല അറസ്റ്റ് നടന്നിരിക്കുന്നത്, ഹേമന്ത് സോറന്റെ കാര്യത്തിൽ നാം കണ്ടതുപോലെ. അപ്പൊ അത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. കോടതി ഗൗരവത്തോടുകൂടി തന്നെ അത് പരിശോധിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷെ തെളിവുകൾ റെക്കോർഡിലുണ്ടായെങ്കിൽ കോടതി ഇടപെടാൻ ഉള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. ഒറ്റ കാര്യം കൂടി ശ്രീ എം.ആർ. അഭിലാഷ്, ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് എന്തായാലും കോടതിയിൽ ഹാജരാക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അതിനു മുൻപ് ഒരുപക്ഷെ സുപ്രീം കോടതി ഇടപെടലുകൾ ഉണ്ടാകുകയില്ല എങ്കിൽ ജയിലിലേക്ക് അയക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു അടിയന്തര സാഹചര്യം കണക്കാക്കി കോടതി ഇന്ന് തന്നെ ഇടപെടൽ ഉണ്ടാകാൻ, കോടതിയിൽ നിന്ന് ഇന്ന് തന്നെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
PMLA നിയമത്തിന്റെ സെക്ഷൻ 19 പ്രകാരം മണി ലോണ്ടറിംഗ് ഉൾപ്പെട്ടു എന്ന്, അതായത് ഇതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വിശ്വസനീയമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക. ആ വിശ്വസനീയമായ കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺ ടു ബിലീവ് എന്നത് റെക്കോർഡിക്കലായിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് രേഖകൾ പരിശോധിച്ചതിന് ശേഷം അങ്ങനെ വിശ്വസനീയമായിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ കോടതിക്ക് ഇടപെടാൻ കഴിയും. വിശ്വസനീയമായ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ PMLA നിയമപ്രകാരം സുപ്രീം കോടതിയും ഇടപെടുകയില്ല. അത് കാരണങ്ങൾ ഉണ്ടോ ഇല്ലയോ, റീസൺസ് ബിലീവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഹർജി പരിശോധിക്കുകയും അതുപോലെ തന്നെ ED സുപ്രീം കോടതിയിൽ എന്തെങ്കിലും റെക്കോർഡ് ഹാജരാക്കുന്നുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടും കഴിയുക. ശരി, വളരെ നന്ദി ശ്രീ MR അഭിലാഷ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ജാമ്യാപേക്ഷയായിട്ടല്ല കോടതിയെ സമീപിച്ചിരിക്കുന്നത്, റിട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന ഒരു തീരുമാനമായിരിക്കും ഇന്ന് 10:30 കോടതിയിൽ നിന്നുണ്ടാവുക. ഒരു പക്ഷേ ഇന്ന് തന്നെ പരിഗണിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കോടതി നിശ്ചയിക്കുന്ന മറ്റൊരു സമയത്തേക്കാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. കോടതി നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് 10:30 ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് AAP നടത്തുന്നത്. BJP ഓഫീസുകൾക്ക് നേരെയുള്ള പ്രതിഷേധമാണ് അവർ ഉദ്ദേശിക്കുന്നത്.